ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. ഞാൻ ഇതുപോലെയുള്ള ഒരു കവറാണ് ഇവിടെ എടുക്കുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു അടിപൊളി ഐഡിയ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ വിദേശത്തുള്ളവർക്ക്, നമ്മുടെ പുറത്തുള്ളവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതുപോലെയുള്ള ഒരു യെല്ലോ കളറിലുള്ള ഒരു കവർ എടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേപ്പർ എടുക്കാം, മഞ്ഞ കളറിലുള്ള പേപ്പർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബാഗ് അല്ലാത്ത ബാഗ് ഉണ്ടല്ലോ, അപ്പോൾ അതാണെങ്കിലും പ്ലാസ്റ്റിക് കവർ അത് നമുക്ക് എടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ യെല്ലോ കളറിൽ തന്നെയുള്ള തുണി എടുക്കാവുന്നതാണ്. ഈ കവറിൻ്റെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ഇന്ന് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത് കണിക്കൊന്ന പൂവാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ പെറ്റൽസാണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറേ അധികം ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മാത്രം പോരാ, ഇനി കുറച്ചും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് മുൻപേ നമ്മൾ ഇതുപോലെ തന്നെ വിഷു സ്പെഷ്യലായിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ മയിൽപ്പീലി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുഞ്ഞൻ വിഷുക്കണി ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ കണിക്കൊന്ന പൂവും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കൂ. ശേഷം ഇതുപോലെയുള്ള ഒരു ടോയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൂലോ ഒക്കെ എടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലവറിൻ്റെ മിഡിലായിട്ട് വരുന്ന ആ ഒരു വള്ളി പോലെയുള്ള ഭാഗം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം കുറച്ച് ഗ്രീൻ കളറുള്ള പെയിൻറ്റ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിലേക്ക്, ആ ഒരു പെയിൻറ്റിലേക്ക് നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഗ്രീൻ കളറിൽ കിട്ടും. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഈർക്കിലാണ്. അപ്പോൾ ഈർക്കിലിന് പകരമായിട്ട് നമുക്ക് പഴയ ചാർജറിൻ്റെയൊക്കെ ആ ഒരു കേബിള്, ആ ഒരു വയറുണ്ടെങ്കിൽ ആ വയർ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഈർക്കിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ കുഞ്ഞു കുഞ്ഞു പീസസായിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മുറിച്ച് വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫ്ലവർ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മായിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഞാനിവിടെ ഗ്രീൻ കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഗ്രീൻ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലോറൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നല്ല നീളത്തിലായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കുഞ്ഞു പീസാക്കി വെച്ച ഈർക്കിലിൻ്റെ ആ ഒരു അറ്റത്തായിട്ട്, ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു ഗ്രീൻ പെയിൻറ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത്ര ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ കൊടുക്കുന്നത്. നന്നായിട്ട് അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു വള്ളി പോലെ ചെയ്ത് വെച്ച് അതെടുക്കുന്നുണ്ട്. 2 എണ്ണം വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ പെറ്റൽസ് എല്ലാം ഒന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ ഒരു മിഡിലായിട്ടുള്ള ആ ഒരു വള്ളി പോലത്തെ ഭാഗം നമ്മൾ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നൂല് വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. എങ്കിൽ മാത്രമേ അത് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ സാധാ നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ വെക്കുന്നത് പോലെ ഇത് കുറച്ച് കട്ടിയുള്ള കവറാണ്. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശേഷം ഓരോ പെറ്റൽസും നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മളിനി റെഡിയാക്കാൻ പോകുന്നത് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കാണുന്ന കുഞ്ഞു കുഞ്ഞു മൊട്ടുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ച ആ ഒരു പീസ് ഈർക്കിൽ എടുക്കുന്നുണ്ട്. ശേഷം ഒരു കുഞ്ഞു പീസ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചതുരത്തിന് ഷേപ്പ് ചെയ്ത് വെച്ച ഈ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ 3-4 എണ്ണം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നീളത്തിലുള്ള ആ ഒരു ഈർക്കിലെടുക്കാം. ഒരെണ്ണം എടുത്താൽ മതി. അങ്ങനെ 2 എണ്ണം വെച്ച് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല കട്ടിക്കായിരിക്കും ഇരിക്കുക. അതിൻ്റെ ആവശ്യമില്ല.
ശേഷം ഫസ്റ്റ് മൊട്ട് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഫ്ലോറൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടും. ശേഷം നമുക്ക് ഫ്ലവേഴ്സും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ലീവ്സും കൂടെ ഒന്ന് വെച്ച് കൊടുത്താലോ. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ഇത് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കുന്നത് മാത്രം. അപ്പോൾ ഇതേ ഈ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഗ്രീൻ കളറുള്ള പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു പ്ലാസ്റ്റിക് കവർ തന്നെ എടുക്കാവുന്നതാണ് ഗ്രീൻ കളറിലുള്ളത്. ഞാൻ പിന്നെ ഇത് തന്നെ ഇതിൻ്റെ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ലീഫിൻ്റെ ഷേപ്പിന് എടുത്തിട്ട് ഇതിലേക്ക് ഗ്രീൻ കളർ പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളിതൊന്ന് വെച്ച് കൊടുക്കുന്നത് ഫെവി ബോണ്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ കുറച്ചൊന്ന് ഫിക്സ് ആയിട്ടിരിക്കും. പിന്നെ ഞാൻ ഇതിന് മുകളിലായിട്ട് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കവർ ടേപ്പ് പോലെ ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫിക്സ് ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നതായിരിക്കും. അത്രയ്ക്കും ഒറിജിനൽ ലുക്ക് കിട്ടത്തില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിനൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ഒരു ചെറുതായിട്ട് ആ ഒരു നൂലിൻ്റെ ഭാഗമൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കൂടെ നമ്മൾ ജസ്റ്റ് ഗ്രീൻ കളറിലുള്ള ആ ഒരു പെയിൻറ്റ് കൊടുത്ത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ആ ഒരു ഭാഗത്തെ മുട്ടിനും കൂടി നമ്മൾ ചിലതിന് നമ്മൾ ഗ്രീൻ പെയിൻറ്റും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കിൽ വന്നേക്കുന്നത്. വളരെ ഈസിയാണ്. പിന്നെ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു വിഷുക്കണി എന്ന് പറയുന്നത്. ഇത് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കല്ല് വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതിനെ പ്രതീക്ഷിക്കുകയാണ്. ഏവർക്കും വിഷു ആശംസകൾ. താങ്ക്